സനാതനധർമ്മത്തിൽ തെറ്റില്ല, ശരികളേ ഉള്ളൂ. ഒരു ശരിയിൽ നിന്നും മറ്റൊരു ശരികളിലേക്കുള്ള യാത്രയാണ് സനാതനധർമ്മം. യഥാർത്ഥത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ കൊടുങ്ങല്ലൂരിലെ ദേവിയുടെ ആ ഒരു ചൈതന്യം എന്താണ് എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ഞാനാണ് ഇപ്പോൾ അധികാരി, അതുകൊണ്ട് ഇത് പണ്ടേ എൻ്റേതായിരുന്നു എന്നോ ഇന്നലകളിൽ എൻ്റേതായിരുന്നു അതുകൊണ്ട് ഇനി ഇത് എൻ്റേതാകണമെന്നോ ചിന്തിക്കുന്നത് സംഘർഷത്തിന് കാരണമാവും. പക്ഷെ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ഇന്നുണ്ടാകുന്നൊരു വിഷമം എന്താ വെച്ചാൽ, സാധാരണ നമ്മുടെ ഈ കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ അങ്ങ് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ പല തറവാടുകളും കൊടുങ്ങല്ലൂർ അമ്മ സങ്കല്പമുണ്ട്. അവരൊക്കെ ആരാധിക്കുന്നത് കാളിയായിട്ടാണ്. അതെ. കൂടാതെ ഈ കാളി എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ കാളി പറയുന്ന നേരത്ത് അതിനൊരു ചാത്തൻ നീലി ബന്ധവും കാണാറുണ്ട്. നീലി അതെന്ന് വെച്ചാൽ തോറ്റം നിലനിൽക്കുന്നുണ്ട്. ഇവരിറങ്ങി ഓടുന്നതും ആ ശിവനായിട്ടിരിക്കുന്നത് ചാത്തപ്പനാണെന്നും മറ്റത് നീലിയാണെന്നും പറഞ്ഞ രീതിയുണ്ട്. ആദിയിലുള്ള സമ്പ്രദായമാണ് മാറ്റിമറിക്കുമ്പോൾ ദേവതയ്ക്ക് അത് പല വർഷങ്ങളും ഉണ്ടാക്കും. അതില്ലാതെ പരസ്പരം അതിലൂടെ അതാത് സമ്പ്രദായം ചെയ്യുന്ന ആളുകൾ അതാത് വിധാനത്തിൽ അതിനെ കണ്ട് ആരാധിക്കുകയും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുകയും എൻ്റേതാണ് നിൻ്റേതല്ല അല്ലെങ്കിൽ ഇത് തന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കാതിരുന്നാൽ അത് സമാജത്തിൽ ഐക്യം ഉണ്ടാക്കും. നമ്മൾ ക്ഷേത്രപൂജയൊക്കെ പഠിക്കുമ്പോൾ ആ ക്ഷേത്രപൂജയ്ക്കുള്ള ആളുകൾക്ക് നമ്മൾ സ്വതവേ വൈഷ്ണവമായിട്ടുള്ള ക്ഷേത്രമൊക്കെ ആകുമ്പോൾ ഈ മലവാരം അല്ലെങ്കിൽ കൗള ശാക്തയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഉള്ളൊരു ധാരണ പെശകാണ് ഇത്തരം ആളുകൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അവിടെ ഇറച്ചി മീനൊക്കെ ഉപയോഗിച്ച് പൂജിക്കുന്നവരല്ലേ തോന്നും. അതിലെന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് അത്തരം സാധകർ ഇങ്ങനെ അന്തശാക്ത ബഹിശൈവ സഭയാം വൈഷ്ണവ. അപ്പോൾ അത്തരം സാധകർ വൈഷ്ണവ ക്ഷേത്ര ശൈവ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഭക്തരെ വിഷമിപ്പിക്കാതെ ആ സമ്പ്രദായത്തിൽ പൂജ ചെയ്യണമെന്നാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ നമ്മൾ കാണുന്ന തന്ത്രിമാരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ എല്ലാവരും എന്തോ പച്ചക്കറി പൂജയാണെന്ന് ആരും കരുതരുതേ. അവരുടെ ശക്തി, അവരുടെ തപസ്സിന് വേണ്ടിയിട്ട് അവരെന്തുപയോഗിക്കുന്നു നമുക്കറിയില്ല. ഹിന്ദു ധർമ്മം, സനാതനധർമ്മം കേവല ശരീരത്തിക്കോ ദ്രവ്യത്തിക്കോ അല്ല പറഞ്ഞത്, ആ വ്യക്തിക്ക് തപസ്സുണ്ടാകണമെന്നാണ്. നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ അയാൾ എന്തൊക്കെ പഠിച്ചിട്ട് വേണ്ട നമ്മളൊരു സ്റ്റെത്തോസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നവരെന്നിരുന്നൊക്കെ ഇത് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് ആ താപസൻ്റെ തപസ് കൊണ്ടുള്ള ഗുണമാണ് വേണ്ടത് എന്നുള്ള ഓരോ സനാതനങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, ഇവരുടെ അന്തഃപുരത്തിൽ ഇവർ സാധനയ്ക്ക് എന്തുപയോഗിക്കണം എന്നല്ലാണ്ട് നമ്മൾ അവരുടെ സാധനാപതിയുടെ റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സാധകർ നമ്മൾ കാണുന്നവരും തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. നാളെ ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് കരുതിയിട്ട് നെഗറ്റീവ് കരുതേണ്ട ആവശ്യമില്ല. ആചാര്യതപ എന്നേ ഉള്ളൂ. ക്ഷേത്രാഭിവൃദ്ധി തു പഞ്ചമ എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ആചാര്യതപോ, ആചാര്യൻ്റെ തപസ്, ആംനായ ജപം, മന്ത്രജപങ്ങൾ, ഇതൊക്കെയാണ് നിയമങ്ങളുണ്ടായിരിക്കണം. ഉത്സവാദി അന്നദാനശ്ച, ഉത്സവം നടക്കണം, അന്നദാനം നടക്കണം. ഇത്രയൊക്കെയാണ് ഒരു ക്ഷേത്രാഭിവൃദ്ധിക്ക് പറഞ്ഞത്. അവിടെ ആചാര്യൻ്റെ തപസ്സിന് വേണ്ടി ആചാര്യൻ ഉപയോഗിക്കുന്ന താപസമാർഗം അത് സനാതനധർമ്മത്തിലെ ഏത് കൈവഴിയായാലും ശരി, ഏത് മാർഗ്ഗം അതിന് ഒരുപോലെ കാണാൻ ഈ സമാജത്തിലുള്ള ഓരോരുത്തർക്കും ആകണം. അതായാൽ അതിൻ്റെയൊക്കെ ഗുണവും വലുതായിരിക്കും. അപ്പം അതിനുള്ളൊരു വെച്ചാൽ നിയമപരമായിട്ട് അംഗീകാരം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിനും അംഗീകാരമുണ്ട്. സ്വതവേ വ്യക്തിപരമായിട്ട് നമുക്ക് അംഗീകാരം, അത് നമ്മൾ ഒരു ജാതിയോ മതമോ ലിംഗഭേദമോ ഇല്ല. എല്ലാവർക്കും നമ്മൾ എന്താ വെച്ചാൽ താല്പര്യം വേണം. താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും അമാന്തിക്കാതെ പറ്റുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആരും കെട്ടിയിടാറുമില്ല. ഓരോരുത്തർ അവരുടെ സൗകര്യത്തിന് വരിക, കാണുക, പോവുക. നിന്ന് പഠിക്കുന്നവർക്ക് നിന്ന് പഠിക്കാൻ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ വിനിയോഗിക്കുക. അതാണ് അവിടുത്തെ ഒരു രീതിയുള്ളത്. തീർച്ചയായിട്ടും. കൊടുങ്ങല്ലൂരിലെ ദേവീ സങ്കല്പത്തിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. അവിടെയുള്ള ദേവി ഇന്ന ദേവിയല്ല, മറ്റു പലതുമാണ് എന്നൊക്കെ പറഞ്ഞ് ചില ചർച്ചകൾ ഇങ്ങനെ സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും വലിയൊരു ഗ്രൂപ്പ് പോരിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ കൊടുങ്ങല്ലൂരിലെ ദേവിയുടെ ആ ഒരു ചൈതന്യം എന്താണ് എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? തീർച്ചയായും ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ എല്ലാവരെയും ആദരിക്കുന്നൊരു ടൈപ്പാണ്. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തോന്നി എന്തോ ഒരു എടുത്തുചാട്ടക്കാരനൊക്കെ തോന്നും. നമുക്കെന്നെ അറിയാം, ഈ ഏതൊരു ക്ഷേത്രവും നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തുള്ള ക്ഷേത്രങ്ങൾ ഏതുമാവട്ടെ, ആരാധനാലയങ്ങൾ ഒക്കെ മാറി മാറി ഓരോ കൈകളിലേക്ക് മാറി മാറി വന്നതാണ്. ഈ സത്യത്തെ അംഗീകരിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. മാറി മാറി വന്നിട്ടുണ്ട്. ഞാനാണ് ഇപ്പോൾ അധികാരി, അതുകൊണ്ട് ഇത് പണ്ടേ എൻ്റേതായിരുന്നു എന്നോ ഇന്നലകളിൽ എൻ്റേതായിരുന്നു അതുകൊണ്ട് ഇനി ഇത് എൻ്റേതാകണമെന്നോ ചിന്തിക്കുന്നത് സംഘർഷത്തിന് കാരണമാവും. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എൻ്റേതായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. ഇപ്പോൾ എൻ്റേതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് ആരാധിക്കാം. മറിച്ച് ഇന്നലകളിൽ മറ്റവൻ്റെ ആയിരുന്നു, അവൻ വരുമ്പോൾ അവനെ വിഷമിപ്പിക്കാതിരിക്കാം. ഇതാണ് വേണ്ടത്. പക്ഷെ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ഇന്നുണ്ടാകുന്നൊരു വിഷമം എന്താ വെച്ചാൽ, സാധാരണ നമ്മുടെ ഈ കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ
അങ്ങ് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ പല തറവാടുകളും കൊടുങ്ങല്ലൂർ അമ്മ സങ്കല്പമുണ്ട്. അവരൊക്കെ ആരാധിക്കുന്നത് കാളിയായിട്ടാണ്. അതെ. അപ്പോൾ ഉറപ്പാണ് കാളിയാണ്. നമ്മൾ മുൻപ് പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞ പോലെ കാളിയാകുമ്പോൾ നാടൻ സമ്പ്രദായത്തിൽ അവർ ഒരു തെക്കതിൽ കൊണ്ടുപോയി വെച്ചിട്ടോ, അപ്പോൾ തെക്കന്മാരൊക്കെ തെക്കതിൽ എന്നാണ് പറയുക, തെക്കതിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മണ്ഡപത്തിലോ അല്ലെങ്കിൽ തറയിലോ അടപ്പുര സമ്പ്രദായത്തിലോ എന്തിനേലും ഒന്ന് കൊണ്ടുവച്ച് കളരിയിലോ കൊണ്ടുവച്ച് ഒരു ആരാധിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നൊരു പൂജാശൈലിയുണ്ട്. സ്വാഭാവികമായിട്ടും ആരൂഢത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ച് ഒരു പിടി മണ്ണ് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ഈ കോമരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി വെച്ചതാണ് അവിടെ എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമ്പ്രദായത്തിൻ്റെ ദേവതയായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെ പറയുന്നത്. ഭൂരിപക്ഷം എന്തു ചെയ്യുന്നോ അതിനാണ് പ്രാധാന്യം. അത് കാളി സമ്പ്രദായമാണ്. കൂടാതെ ഈ കാളി എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ കാളി പറയുന്ന നേരത്ത് അതിനൊരു ചാത്തൻ നീലി ബന്ധവും കാണാറുണ്ട്. നീലി അതെന്ന് വെച്ചാൽ തോറ്റം നിലനിൽക്കുന്നുണ്ട്. ഇവരിറങ്ങി ഓടുന്നതും ആ ശിവനായിട്ടിരിക്കുന്നത് ചാത്തപ്പനാണെന്നും മറ്റത് നീലിയാണെന്നും പറഞ്ഞ രീതിയുണ്ട്. അതിങ്ങനെ പോയിട്ട് തിരുമാന്താംകുന്നിലും മറ്റുള്ളതൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ തോറ്റങ്ങളുണ്ട്. എന്താ വെച്ചാൽ ചാത്തനോട് അവിടെ അമ്മ ഈ തിരുമാന്താംകുന്നിൽ കൊടുങ്ങല്ലൂരമ്മ പോയിരിക്കുമ്പോൾ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ, താലത്തിൽ വെള്ളരിപ്പാട് എനിക്ക് വേണം, കീറ്റിയിൽ അരിയും തിരി നിനക്കിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന് നെറ്റിയിൽ വെട്ടിയിട്ട് പൊളിക്കുന്നൊരു കാര്യം പറയുമ്പോൾ ചാത്തനാകുമ്പോൾ നെഞ്ചത്ത് കത്തിയോണ്ട് വരയ്ക്കാനാണ് പറയുക. അപ്പം അങ്ങനെ അതുപോലെ ആട് വെട്ടിയിട്ട് അലങ്കാരം എനിക്ക് വേണം, കോഴി വെട്ടി കൂത്താട്ടം നിനക്കിരിക്കും, അമ്മ വിധിക്കുകയാണ് നിനക്കിത് തരും ചാത്ത, എനിക്ക് ഇത് തരുന്നുണ്ട്. ആ ഒരു തോറ്റങ്ങളുണ്ട്. അപ്പോൾ ചാത്തൻ നീലി ബന്ധം വെച്ചാൽ നീലി കൊട്രവൈ ആകുന്നതും കൊട്രവൈ ചേരവംശത്തിൻ്റെ ഒന്നാം ചേരവംശത്തിൻ്റെ ദേവത, അവർ യുദ്ധദേവതയായിട്ട് മറവ. ഇപ്പോൾ ശബരിമലയൊക്കെ ബന്ധപ്പെട്ട് മറവരൊക്കെ വരും. മറവ എന്നൊക്കെ മോശം, അത് കള്ളൻ നിറത്തിൽ വിളിക്കുന്നതാണ്. പക്ഷെ മറിച്ച് അത് ഒരു ചേരവംശത്തിനോടൊക്കെ ബന്ധപ്പെട്ട് പഴയ ചെറുമർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അപ്പോൾ അവരുമായിട്ടും കണക്ഷൻ കൊടുങ്ങല്ലൂരിലുണ്ട്. പിന്നീടാണ് കാശ്മീരി ശൈവസത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ അടികാവിധാനങ്ങളൊക്കെ വരുമ്പോൾ കാശ്മീരി ശൈവസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ ശ്രീചക്ര പ്രതിഷ്ഠ, അതുപോലെ തന്നെ പരശുരാമൻ്റെ ശ്രീചക്ര പ്രതിഷ്ഠയൊക്കെ കടന്നു വരുന്നുണ്ട് ഇവിടെ. നമുക്ക് അതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ അവിടെ കാളിക്കാണ് പ്രാധാന്യം. നീലിക്കോ മാറി വന്ന നീലി കാളിയായാൽ പോലും കാളി എന്ന് പറഞ്ഞ കേരള ശൈലിക്കാണ് പ്രാധാന്യമുള്ളത്. എന്നാൽ ഇന്നുള്ളൊരു വിഷമം എന്താ വെച്ചാൽ ഇന്ന് ചില ആളുകൾ അത് ശ്രീവിദ്യയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീവിദ്യ ബന്ധം അവിടെ ഉണ്ടെന്ന് തന്നെ കരുതാം. ശ്രീചക്രമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ശ്രീവിദ്യ പാരമ്പര്യമാണെങ്കിൽ അതിൻ്റെ പരമ്പരാഗത അവകാശികളായിരിക്കുമല്ലോ ഇപ്പോൾ പൂജ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനത്തെ ആളുകളുടെ അവർക്ക് മറ്റൊരു സങ്കേതത്തിൽ നിന്നും ശ്രീവിദ്യയുടെ പരിപൂർണത വരുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ശ്രീവിദ്യാ പാരമ്പര്യമുള്ള ഒരു പുരോഹിത വിഭാഗമാണ് അവിടെ പൂജിക്കുന്നതെങ്കിൽ ആ സാധക പാരമ്പര്യത്തിന് പുറത്ത് നിന്ന് ശ്രീവിദ്യയുടെ പരിപൂർണത വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നിലവിൽ എന്താ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ അവിടെ ശ്രീവിദ്യ അവകാശം പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഉണ്ട്. അവർ പുറത്ത് നിന്നാണ് ശ്രീവിദ്യയുടെ പൂർണ്ണത വരുത്തിയത്. അതായത് അവിടെ ശ്രീവിദ്യാ ബന്ധമില്ല. ശ്രീവിദ്യാ ബന്ധം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റൊരാളുടെ നമുക്ക് ശ്രീവിദ്യാ ബന്ധം ഉണ്ടാകുമ്പോൾ ഇനി നമ്മളുടെ മക്കളോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്നാണ് പോയിക്കോളും ഇല്ലേ? അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ശ്രീവിദ്യയല്ല. പിന്നെ എന്താണ്? പൂർവ്വമായിരിക്കുന്ന പാരമ്പര്യത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കാൻ വയ്യ. അവിടെയാണ് കൊടുങ്ങല്ലൂർ പുലപ്പാടത്തേക്ക് മൂലസ്ഥാനയുടെ പുലപ്പാടം പറയും. പുലപ്പാടത്ത് നോക്കുന്ന നേരത്ത് ആ പുലപ്പാടം നൂറ്റാണ്ടുകളായിട്ട് അവർ കൃത്യമായി മലയാള ശൈലിയിലാണ് അവിടെ ആരാധന നടത്തിപ്പോരുന്നത്. ആ ആരാധനാ ശൈലിയാണ് മറ്റ് 99.99% കോമരങ്ങളും വിശ്വാസികളും അവരുടെ വീട്ടിൽ പുലപ്പാടന്ന് പഠിച്ചോന്നുമല്ല, അവരൊക്കെ ചെയ്തു പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ശ്രീവിദ്യയോ കാശ്മീരി ശൈവസമൊക്കെ പിന്നീട് കടന്നു വരുന്നതാണെന്നും ആദ്യം ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ തനത് കാളി സമ്പ്രദായമാണെന്നും, എന്നാൽ ഇന്നിപ്പോൾ ഈ ശ്രീവിദ്യാ പാരമ്പര്യം പറയുന്നവർ ഇൻസൾട്ട് ചെയ്തൊന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. മറിച്ച് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആദിയിലുള്ള സമ്പ്രദായമാണ് മാറ്റിമറിക്കുമ്പോൾ ദേവതയ്ക്ക് അത് പല വർഷങ്ങളും ഉണ്ടാക്കും. അതില്ലാതെ പരസ്പരം അതോടുകൂടി അതാത് സമ്പ്രദായം ചെയ്യുന്ന ആളുകൾ അതാത് വിധാനത്തിൽ അതിനെ കണ്ട് ആരാധിക്കുകയും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുകയും എൻ്റേതാണ് നിൻ്റേതല്ല അല്ലെങ്കിൽ ഇത് തന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കാതിരുന്നാൽ അത് സമാജത്തിൽ ഐക്യം ഉണ്ടാക്കും. അതാണ് വേണ്ടത്. ഈ ക്ഷേത്രം മാത്രമല്ല, ശബരിമലയിൽ പോലും നിലനിൽക്കുന്ന അവിടുത്തെ ഈ ചാത്തൻ നീലി ബന്ധമാണ് ശബരിമലയിലുള്ളത്. അങ്ങനെ ചോദ്യം വന്നില്ലെങ്കിൽ പോലും പറയുകയാണ്. എന്നാൽ ഇപ്പോൾ അവിടെ വെച്ചാൽ മധുര മീനാക്ഷിയാണ് എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. സത്യത്തിൽ മധുര മീനാക്ഷി ഈ പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നതാണ്. പാണ്ഡ്യരുള്ളതിന് 1000 രാജവംശങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പലരും രാജവംശം വിട്ടുള്ളൂ, കുറേ മനുഷ്യരിവിടെ കടന്നു പോയിട്ടുണ്ട് ഹിസ്റ്റോറിക്കലി. അവർക്കൊക്കെ ബന്ധമുള്ളതിനെ കാടായിരുന്നു ഒന്നും നമ്മൾ കാണില്ല. ഒരു കാലത്ത് നാടന്നെയായിരുന്നു, പിന്നീട് കാടായതാണ്.
അപ്പോൾ പലർക്കും ബന്ധമുണ്ട്, പല ആചാരങ്ങളുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾ തുടങ്ങി വെച്ച ആചാരം മാത്രം മതി, ഇന്ന ആളുകൾ അവിടെ പൂജിച്ചാൽ മതി, അവർ പൂജിച്ചാൽ മാത്രമേ അയ്യപ്പന് തൃപ്തിയാവുള്ളൂ, മറ്റുള്ളവരൊക്കെ നോക്കുകുത്തിയാണ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയുമ്പോൾ ഇത് നമ്മുടെ ധർമ്മത്തിൽ വിഘടനങ്ങൾക്കേ കാര്യമാവുള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ, എല്ലാവർക്കും ഒരു ശ്രീകോവിൽ കയറിക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാൽ പോലും അവകാശങ്ങളും അറിവിൻ്റെ മാനദണ്ഡത്തിൽ എല്ലാവരെയും സ്വീകരിക്കാൻ എല്ലാവർക്കുള്ള ഇത് ഈ പറഞ്ഞ ഇത്തരം ദ്രാവിഡമായിരിക്കുന്ന ആരാധന കേന്ദ്രത്തിലൊക്കെ തന്നെ എല്ലാവർക്കുള്ള സ്ഥലങ്ങളുണ്ട്, പരിധികളുണ്ട്. അതിൻ്റെ രീതിയിൽ അതൊക്കെ പോകാൻ പറ്റിയാൽ അതിനുള്ള അവസരങ്ങളാണ് നമ്മളൊക്കെ ഉണ്ടാക്കേണ്ടത്. അതുണ്ടായി വരണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. അതുകൊണ്ട് വൈവിധ്യങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഐക്യത്തിന് വേണ്ടി, സമുന്നയത്തിന് വേണ്ടി ഒരുമിച്ച് പോയിട്ട് അങ്ങനെ പോവുക. പലപ്പോഴും ഇതാണോ ശരി എന്ന് ചോദിക്കുന്നില്ല, ഇതും ശരിയാണ് അതും ശരിയാണ്. സനാതനധർമ്മത്തിൽ തെറ്റില്ല, ശരികളേ ഉള്ളൂ. ഒരു ശരിയിൽ നിന്നും മറ്റൊരു ശരികളിലേക്കുള്ള യാത്രയാണ് സനാതനധർമ്മം.